ദിവസം രാവിലെ നമ്മൾ ഉറക്കമൊക്കെ എണീറ്റപ്പോൾ നമ്മൾ ഉടുപ്പി സ്റ്റേഷനിലാണ് ഇപ്പോൾ രാജധാനി കിടക്കുന്നത്. ഡേ 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജധാനി ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതാണ് ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച. ഇപ്പോൾ സമയം രാവിലെ 6:40 നമ്മൾ ഉടുപ്പിയിലെത്തിയിരിക്കുന്നത്. ആളിലൊക്കെ ഉറക്കമാണ്, ബെഞ്ചിൽ കിടന്നൊക്കെ ഉറങ്ങുന്നുണ്ട്. കുറേ ആളുകൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉടുപ്പിയിൽ. ഇങ്ങനെ മൂകാംബികയിലൊക്കെ പോകുന്നവർ ഈ വണ്ടിയിൽ വന്നവരെല്ലാം ഉടുപ്പിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ച്. ഇന്നലെ നമ്മൾ രാത്രിയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നപ്പോൾ രാവിലെ കോച്ചിൻ്റെ കാഴ്ചയാണിത്. H1 അങ്ങനെ ഉടുപ്പി സ്റ്റേഷനിൽ നിന്ന് 6:25 തന്നെ എടുത്ത് വണ്ടി. ഇതാണ് ഉടുപ്പി സ്റ്റേഷൻ്റെ കാഴ്ച. നമ്മൾ കൊങ്കൺ റെയിലിൽ യാത്ര ചെയ്യാണ്. കാണിക്കാത്തൊരു കാര്യം ഇപ്പോൾ കാണിച്ചത് ഇതാണ് രാജധാനി എക്സ്പ്രസിൻ്റെ ഷവർ റൂം. ഇന്നലെ അങ്ങോട്ട് കയറിയിട്ടില്ലായിരുന്നു. ഇതാണ് രാജധാനി എക്സ്പ്രസിൻ്റെ ഷവർ റൂം. നമുക്ക് കുളിക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ട്. അതാണ് ഷവറ്. ഇവിടെ നമുക്ക് കുളിക്കാം. വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് ഹീറ്ററും വെള്ളമൊക്കെ ഉണ്ടാവണം. ഇതാണ് ഷവറിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. തിരിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വീഴുമെന്ന് തോന്നുന്നു. ഷവർ ഏരിയ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഷവർ ഏരിയയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഒക്കെ വർക്കിംഗ് കണ്ടീഷനാണെന്ന് തോന്നുന്നു. ഇത് രാജധാനി എക്സ്പ്രസ്സിന് മാത്രമുള്ള ഒരു സംഭവമാണ് ഈ ഷവർ ഏരിയ. കുന്താപുര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുന്താപുര റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴും നമ്മുടെ കുന്താപുര കഴിഞ്ഞ് ബൈന്ദൂരിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റോപ്പില്ല, വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ റെഡ് സിഗ്നലാണ് കിടക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ. എന്തായാലും നോക്കാം. ഇല്ല, ബൈന്ദൂരല്ല, സേനാപുര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്റ്റേഷനാണ്. സേനാപുര സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഇവിടെ റെഡ് സിഗ്നലാണ് കിടക്കുന്നത്. രാവിലെ 7 മണി. ഇവിടെ ഏതോ വണ്ടി ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം ഏതോ വണ്ടിയാണ് ക്രോസിംഗ് എന്ന്. രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അങ്ങനെ രാജധാനി സേനാപുര സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ്. സമയം രാവിലെ 7:10 ഉടുപ്പിയിൽ നിന്ന് വിട്ട വണ്ടി നേരെ ഇവിടെ എത്തി. 7:10 ഇവിടെ എത്തിയത്. 2 സ്റ്റോപ്പും കൂടെ ഉണ്ട് ബൈന്ദൂർ എത്താൻ വേണ്ടിയിട്ട്. ബൈന്ദൂരിന് സ്റ്റോപ്പില്ല, എന്നാൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞാലാണ് ബൈന്ദൂർ നമ്മൾ എത്തിച്ചേരുന്നത്. സേനാപുരയാണ്. ഇവിടെ എന്തോ ക്രോസിങ്ങിനാണ്. നോക്കാം ഏതാ വണ്ടി വരുന്നത്. അതുകൊണ്ട് ക്രോസിങ്ങിനുള്ള വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാ നോക്കാം വണ്ടി. ക്രോസിംഗ് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ പോവാണ്. ഈ സൈഡിലൊക്കെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുക. ബൈന്ദൂർ മൂകാംബിക റോഡ് കൊണ്ടുവന്നു. അത് ശരി, എല്ലാം കൊണ്ടുവന്നില്ല. പറഞ്ഞത് ശരിയാണ്. അപ്പൊ കള്ളനാണ് എന്താ ആദ്യം കൊണ്ടുവരാൻ. അങ്ങനെ ഇപ്പൊ നമ്മൾ മുരുടേശ്വർ സ്റ്റേഷനിലൂടെ കടന്നു പോവാണ്. രാവിലെ 8 മണിയായി. നമ്മൾക്ക് മോർണിംഗ് ടീ ഒക്കെ രാവിലെ 6 മുതൽ 7 വരെ സെർവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ഫുഡൊന്നും ഇതുവരെ തന്നില്ല. പാൻട്രി സർവീസൊക്കെ വളരെ അത്ര ഭയങ്കര സംഭവമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ വളരെ മോശമാണ് അവരുടെ ഒരു സർവീസ് പാർട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. രാജധാനിയുടെ പ്രത്യേകിച്ച് ഫസ്റ്റ് AC ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ 6 to 7 ആണ് ടീ കൊണ്ടു തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മോർണിംഗ് ടീ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അവസാനം നമ്മൾ ചോദിച്ചു കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞേക്കാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പറഞ്ഞപ്പോൾ 8 മണിക്ക് ഇത് ഇങ്ങനെ കൊണ്ടു തന്നു. കണ്ടോ, ഫസ്റ്റ് AC രാവിലത്തെ ടീയുടെ സ്നാക്സും സാധനങ്ങളും ഒക്കെയാണ് ഉള്ളത്. നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ നമുക്കിത് രണ്ടാമത് കൊണ്ടുവന്നൊരു ഡിഷ് ഇത് കൊണ്ടുവന്നു. ഇതിലൊക്കെ വെച്ച് തന്നിട്ട് പോയി.
ചൂടുവെള്ളം ചായ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അവന്മാരെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ. എന്തായാലും നോക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ഏസിയുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നേക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം. ബ്രെഡ്, പിന്നെ ഒരു സ്നാക്സ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട്, മാംഗോ ഡ്രിങ്ക്. ഇപ്പം നമ്മൾ കുംത സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കണം. കുംത റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ കാർവാർ സ്റ്റേഷനിലേക്ക് എത്താൻ പോവുകയാണ്. 9 മണിയാണ് ഇവിടുത്തെ സമയം. 10 മണിക്കാണ് മഡ്ഗോൺ. എനിക്ക് തോന്നുന്നു പക്ഷെ അതിന് മുമ്പ് തന്നെ എത്തുന്നു. കാരണം മരത്തിലൊക്കെ ഇഷ്ടംപോലെ മങ്കീസ് ഇരിക്കും. കോട്ടയുടെ പോലത്തെ ഒരു ഭാഗമൊക്കെ ഇവിടെ കാണാം കേട്ടോ. കോട്ട പോലത്തെ ഒരു സ്ഥലം. അവിടെ എന്തോ കിണറോ കോട്ടയോ എന്തോ സംഭവം ഉണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ്. എത്തുമ്പോഴേ നമ്മുടെ ആ മഡ്ഗോണിലേക്ക് പോകുന്ന ഹൈവേ ഉണ്ടോ നേരെ കാണുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത് ഹൈവേ. അപ്പോൾ ഇതാണ് ആ ഹൈവേ. നമ്മുടെ മംഗലാപുരം, കാർവാർ, പിന്നെ വഴി നേരെ ഗോവയ്ക്ക് പോകുന്ന ഹൈവേ ആണ് കാണുന്നത്. ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ ഹൈവേ കാണാൻ പാരലായിട്ട്. മുമ്പായിട്ട് ഉള്ളത് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരമുള്ള ടണൽ. ഇതുവരെ തീർന്നില്ല. ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്താൻ പോവുകയാണ്. ഇവിടെ ക്രോസിങ് ഉണ്ടെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. നോക്കാം. എന്തായാലും ഒരു 2 മിനിറ്റ് ബിഫോർ ആയിട്ടാണ് എത്തുന്നത്. വലിയൊരു ടണലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. കൊങ്കൺ റെയിൽവേ ലൈനിൽ മഡ്ഗോണിന് മുമ്പായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് കാർവാർ. നമ്മളിപ്പോൾ കാർവാർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാവിലെ 9 മണിക്ക് ആണ് രാജധാനി കാർവാറിലെത്തുന്നത്, തിരുവനന്തപുരം രാജധാനി. ശരിക്കും പറഞ്ഞാൽ ഉടുപ്പി കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാർവാറാണ്. അപ്പോൾ നമ്മൾ കാർവാർ സ്റ്റേഷനിലേക്ക് രാജധാനി എത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് 2-3 സ്ഥലങ്ങളിലൊക്കെ ക്രോസിങ്ങിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഇതാണ്ട് ഇവിടെ കാർവാർ സ്റ്റേഷൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റേഷൻ. നിറയെ പൂക്കളൊക്കെ ഉണ്ട്. കൊള്ളാം. ബാത്കൽ സ്റ്റേഷനിൽ കാർവാർ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. രാവിലെ കറക്റ്റ് സമയത്തിനാണ് എത്തിയിരിക്കുന്നത്. चिंता मत कर, पता नहीं ना तेरा, तो एक गलती तूने एक बारी नहीं 2 बारी करी है.
മഡ്ഗാവ് സ്റ്റേഷനിലെ ബോർഡ് 5 മിനിറ്റ് ലേറ്റായിട്ടാണ് രാജധാനി ഇവിടെ എത്തിയത്, തിരുവനന്തപുരം രാജധാനി. നമ്മളത് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മഡ്ഗാവ് ഇതാണ് രാജധാനി എക്സ്പ്രസിൻ്റെ റാക്ക്. അങ്ങനെ 10:10 നമ്മൾ മഡ്ഗോളിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് കുറേ ഡിസ്റ്റൻസ് കഴിഞ്ഞാണെന്ന് തോന്നുന്നു. മഡ്ഗോളിൽ എത്തിയപ്പോൾ എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ട്. സാധനങ്ങളെ കയറ്റി മഡ്ഗോളിൽ നിന്ന് ബോംബെയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഇതാണ് മഡ്ഗോൾ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ. മഡ്ഗാവ് എന്നാണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്, മഡ്ഗാവ്. ആൻഡ് മഡ്ഗോൺ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. മഡ്ഗാവ് എന്നാണ് നമ്മൾ യാറിൻ്റെ യൂട്യൂബിലുള്ള വീഡിയോയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള യാത്രകൾ നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് ലഞ്ചിൻ്റെ കാഴ്ചകൾ. നമ്മുടെ ഉച്ചയ്ക്കുള്ള മീൽസ് ഇതാ വന്നിട്ടുണ്ട്. ഒരു ചപ്പാത്തി, മീൽസ് ഓൺ വീൽ, എന്താണെന്ന് നോക്കാം. പരിപ്പ് കറിയുണ്ട്, റൈസ്, മുട്ടക്കറി, ഇതെല്ലാം ഡാലുണ്ട്, പിന്നെ എന്തോ ഒരു കേർഡ്, ഇതെല്ലാം കൂടെയാണ് ഇവരുടെ ലഞ്ച്. അങ്ങനെ വൈകിട്ടത്തെ ചായയുടെ സ്നാക്സൊക്കെ വന്നു. ഇവിടെ എന്തോ ഒരു സ്വീറ്റ്, ആൽമണ്ട്, ഒരു വട പോലത്തെ സാധനം, പിന്നെ ബ്രെഡ്, ഇതെല്ലാമാണ് വൈകിട്ട് 4 മണിക്ക് ഉള്ളതുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് രാജധാനി എക്സ്പ്രസിൻ്റെ. നമ്മളിപ്പോൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പോകുന്നു. സൊമാൻഡെ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. പൻവേലിൽ തൊട്ട് നമ്മളിവിടെ കൊണ്ടുപോകും. വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വലിയ ഫ്ലാറ്റുകളുണ്ട്. അത് ഒരാൾ പട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടിയും നമ്മുടെ രാജധാനിയിലുണ്ടായിരുന്ന പട്ടിയാണ്. ആളുകളിലെ ഈവനിങ് വാക്കിനൊക്കെ പോകുന്നു. വണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ പൻവേൽ മുതൽ അങ്ങോട്ടുള്ള യാത്ര പാർട്ട് 3 നമ്മൾ ഉടുപ്പിയിൽ നിന്ന് തുടങ്ങിയതായി ഇവിടം വരെ പൻവേൽ തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.